അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസാനത്ത് ഭാഗം 18. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ദുൽ ഇൽമി യഹ്മിലു കുല്ല തഅനി ഫീഹി വലാ ذو الطعن منه يرى شيئا سوى الخير ومثمر الشجر يرمى بالحجارة لا يرمى سواه فيرمي بانع الثمر يانع الثمر. ദുൽ ഇൽമി വിജ്ഞാനമുടയവൻ അഥവാ പണ്ഡിതൻ, യഹ്മിലു കുല്ല ത്വഅനി എല്ലാ വിമർശനങ്ങളെയും ചുമക്കും, ഫീഹി വിജ്ഞാന വിഷയത്തിൽ, വലാദു ത്വഅനി വിമർശിക്കുന്നവൻ, മിൻഹു പണ്ഡിതനിൽ നിന്ന് വിമർശിക്കുന്നവൻ, യറാ കാണുന്നില്ല, ശൈഅൻ സിവൽ ഖിയരി ഗുണമല്ലാത്ത ഒരു വസ്തുവിനെയും പണ്ഡിതനിൽ നിന്ന് കാണുന്നില്ല. വമുസ്മിറു ശജരി യുർമാ ബിൽ ഹിജാറത്തി ലാ യുർമാ സിവാഹു ഫയർമിയാനി അൽ സമരി. വമുസ്മിറു ശജരി പഴമുള്ള വൃക്ഷം, യുറാ ബിൽ ഹിജാറത്തി കല്ലുകൊണ്ട് അതിനെ എറിയപ്പെടും, ലാ യുർമാ സിവാഹു അതല്ലാത്ത വൃക്ഷത്തെ എറിയപ്പെടൂല്ല, ഫയർമി അപ്പോൾ ആ വൃക്ഷം എറിഞ്ഞു കൊടുക്കും, യാനി അൽതമരി അതാ പഴുത്ത പഴത്തെ അതിങ്ങനെ എറിഞ്ഞു കൊടുക്കും. ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? മതപണ്ഡിതർക്ക് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കാരണം പ്രബോധനം ചെയ്യേണ്ടി വരുമ്പോൾ, നല്ലത് കൽപ്പിക്കുകയും ചീത്തര് വിരോധിക്കുകയും ചെയ്യുമ്പോൾ അതാ പലരിൽ നിന്നും വിമർശനം കേൾക്കേണ്ടി വരും. എന്നാൽ അപ്പോഴും പണ്ഡിതൻ നല്ല ഉപദേശങ്ങളെ നൽകൂ, അല്ലാതെ തിരിച്ച് വിമർശിക്കുകയല്ല. പഴമുള്ള വൃക്ഷത്തിന് മാത്രമാണ് ഏറ് ലഭിക്കുക, എന്നാൽ വൃക്ഷം തിരിച്ചു നൽകുന്നത് പഴുത്ത പഴങ്ങളെയാണ്. ഇതിലൊരുപാട് പാഠങ്ങളുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ ഇങ്ങോട്ട് എന്ത് പറഞ്ഞാലും ആക്ഷേപിച്ചാലും അങ്ങോട്ട് നല്ല വാക്കുകളും പ്രവർത്തികളാണ് നമ്മളിൽ നിന്ന് വരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉടനീളം ഖൈറ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ല ആത്മാർത്ഥമായ സേവന പ്രവർത്തനങ്ങൾ നടത്താൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആശൂറാഇൻ്റെ നോമ്പുള്ള ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരിൽ നിന്നും കബൂലാക്കി തരുമാറാകട്ടെ. എല്ലാവരിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെടുക്കുന്ന നോമ്പുകൾ, ഞങ്ങളുടെ നിസ്കാരങ്ങൾ, ഞങ്ങളുടെ അമലുകൾ മുഴുവനും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ. അസ്സലാമു അലൈക്കും.